അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പുണ്യ റബീഅ നമ്മളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മാസപ്പിറവി കണ്ടു. പരിശുദ്ധ റബീഉൽ അവ്വലിലേക്ക് നാം പ്രവേശിച്ചു. റബീഅ വസന്തം എന്നാണ് അതിൻ്റെ പേര്. എന്താണ് പുണ്യ വസന്തം? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ പുണ്യമാസമാണ് റബീഉൽ അവ്വൽ. വിശുദ്ധ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരുപാട് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് يا أيها الذين آمنوا صلوا عليه وسلموا تسليما. തീർച്ചയായും അല്ലാഹുവും മലക്കുകളും ഹബീബിന്റെ മേൽ സലാത്ത് ചൊല്ലുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ്. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളോട് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും എങ്ങനെയാണ് ആ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ച സമയം ഹബീബ് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ മറുപടി കൊടുക്കുന്നത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആ പരിശുദ്ധമായ അല്ലാഹു ഇറക്കിക്കൊടുത്ത സ്വലാത്ത്, സ്വലാത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് അതാണ്. ഇബ്രാഹിമീയ സ്വലാത്താണ്. നിസ്കാരത്തിൽ നാം ചെല്ലുന്ന സ്വലാത്താണ്. പുണ്യ റബീഉ വന്നു. ഇനി നബിദിനമായി വിവിധ പരിപാടികളായി ഈ സമയത്തൊക്കെ നാം ചർച്ച ചെയ്യേണ്ടത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ച് പ്രവാചകരായി നമ്മളിലേക്ക് പറഞ്ഞയച്ച അല്ലാഹു എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. ഇനി കുറെ സ്റ്റേജുകളിൽ ചർച്ച മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞതും അതല്ലെങ്കിൽ അലക്സാണ്ടർ പറഞ്ഞതും ഐസക് ന്യൂട്ടൻ പറഞ്ഞതും ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത്. ഇനി ആളുകൾക്ക് ചർച്ച അതാണ്. മൈക്കിൾ എച്ച് ഹാർട്ട് ദി 100 എന്ന പുസ്തകത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് ചർച്ച. അവിടെ എല്ലാം ചർച്ച വേണ്ടത് നമ്മുടെ നേതാവിനെ നമ്മളിലേക്ക് പറഞ്ഞയച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പടച്ചോൻ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. എന്ത് രസാ പടച്ചോൻ പറഞ്ഞത്. ഒരു സ്ഥലത്ത് പറയുന്നു, ഞാൻ ആ മുത്തനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നു, മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്നു, നിങ്ങൾ സ്വലാത്ത് ചെല്ലണേ. ആ സ്വലാത്ത് ചെല്ലേണ്ട രൂപം പടച്ചോൻ തന്നെ പറഞ്ഞു തരികയാണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ആ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ഏറ്റവും കടപ്പെട്ടവർ, മുഅ്മിനീങ്ങളുടെ ഏറ്റവും ബന്ധമുള്ളവർ, അവരെ കൈകാര്യകർത്താവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ മുത്തുനബിയെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ മുത്ത് റസൂലിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാകും. റഹമുറാഹിമായ റബ്ബ് ആ മുത്തുനബിയെ സ്നേഹിക്കാൻ, ആ മുത്തുനബിയെ പിൻപറ്റാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. റഹമുറാഹിമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഗ്രൂപ്പിൽ ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് സാദാത്തുക്കളുണ്ട് അല്ലാഹുവേ. സ്വലാത്ത് ഗ്രൂപ്പിൽ ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലാഹുവേ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ്സു നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്.
ഓരോ ആഴ്ചയിലും ആയിരക്കണക്കിന് സ്വലാത്തുകളും ഇസ്തിഗ്ഫാറും ചൊല്ലി അതുപോലെ ഇഖ്ലാസ് സൂറത്തോതി ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്യുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് റബ്ബേ. അള്ളാഹുവെ, ഇന്ന് ഗ്രൂപ്പിലൂടെ അറിയിച്ചവർ, അഡ്മിന്മാരെ എഴുതി അറിയിച്ചവർ, പറഞ്ഞറിയിച്ചവർ, വിളിച്ചു പറഞ്ഞവർ ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാ. ഭാര്യക്കും ഭർത്താവിനും കാലിന് അസുഖമായി അള്ളാഹുവെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് 2 പേർക്കും അസുഖമാണ്, വെരിക്കോസിന്റെ. അള്ളാഹുവെ ആജില ശിഫ നൽകണേ അല്ലാ. ആ സഹോദരിക്ക് കുറച്ച് കൂടുതലാണ്. ആജില ശിഫ നൽകണേ അല്ലാ. കാമില ശിഫ നൽകണേ അല്ലാ. രോഗം കൊണ്ട് വിഷമിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാ ആജില ശിഫ നൽകണേ അല്ലാ. കാമില ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവെ റഫീഖ് അൻവരി എന്ന സഹോദരൻ മരണപ്പെട്ട ആ റഫീഖ് അൻവരുടെ ഭാര്യ അള്ളാഹുവെ അസുഖമായി കിടക്കുകയാണ്. വല്ലാത്ത അസുഖമാണ്, പ്രയാസപ്പെടുന്ന അസുഖമാണ്. ആജില ശിഫ നൽകണേ അല്ലാ. ആ സഹോദരിക്ക് കാമിലായ ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവെ ചെറിയ മക്കളാണ്, ദീർഘായുസിട്ട് കൊടുക്കണേ അല്ലാ. ദീർഘായുസിട്ട് കൊടുക്കണേ അല്ലാ. ദീർഘായുസിട്ട് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആ സഹോദരിക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ ദുആ ചെയ്യാൻ വേണ്ടി എഴുതി അറിയിച്ച ഒരുപാട് സഹോദരിമാർ അള്ളാഹുവെ, അവർക്കൊക്കെ ഈ ദുആയിൽ നസീബ് നൽകണേ അല്ലാ. അവരെ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാ. അള്ളാഹുവെ, മജ്ലിസ് ശുക്ർ എന്ന ഈ ഗ്രൂപ്പിലുള്ള സഹോദരന്മാർ, സഹോദരിമാർ, റഹ്മത്തിന്റെ ഉംറയുടെയും ഹജ്ജിന്റെയും ഗ്രൂപ്പിലുള്ള സഹോദരന്മാർ, ഈ റഹ്മത്തിലെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. മുത്തുനബിയോടുള്ള ഇഷ്ക് നൽകണേ അല്ലാ. മഹബ്ബത്ത് നൽകണേ അല്ലാ. അവിടുന്ന് സ്വപ്നത്തിൽ ദർശിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. അവിടുന്ന് സ്വപ്നത്തിൽ ദർശിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. എല്ലാ ജാടകളും ഞങ്ങളെ മാറ്റി നിർത്തണേ അല്ലാ. നിന്റെ ഇബാദുർ റഹ്മാനിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ശത്രുത വെക്കുന്നവർ, ഞങ്ങളോട് അസൂയ വെക്കുന്നവർ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. നല്ല ബുദ്ധി നൽകണേ അല്ലാ. എല്ലാ ശത്രുക്കളുടെ ശത്രുതയും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് കാക്കണേ അല്ലാ. സാഹിരീങ്ങളെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. മാക്കിരീങ്ങളെ മക്കറിൽ നിന്ന് കാക്കണേ അല്ലാ. എല്ലാവിധ അദാകളുടെ അദാവത്ത് നീ കാവൽ നൽകണേ അല്ലാ. പുണ്യ റബീആണ്, മുത്തുനബിയോടുള്ള സ്നേഹം നൽകണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.